അമ്മ ഞാൻ ഇറങ്ങാം. നിക്കടി എവിടാ? നീ ഇത് എങ്ങോട്ടാ പോന്നേ? ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടമ്മേ. എന്ത് കാര്യമാണേലും ശരി, ഇപ്പൊ ഒരിടത്തേക്ക് പോകണ്ട. അമ്മ ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. അതുകൊണ്ടാ പറയുന്നത് പോകണ്ടാന്ന്. തന്നിഷ്ടപ്രകാരം നടന്ന വീടിന്റെ സമാധാനം കളഞ്ഞു. ഇപ്പതാ നന്ദനെ കാണാതെ ഓരോ ആദിയിൽ നിൽക്കുക എല്ലാവരും. ഇനിയും ആർക്ക് എന്ത് കുഴപ്പാ വരാൻ പോകുന്നതെന്ന് അറിയില്ല. അതിന്റെ ഇടയിൽ സ്വന്തം ഇഷ്ടങ്ങളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തേരാപ്പാര നടക്കാൻ പറ്റില്ല. നീ അകത്ത് പോ. ശരി അമ്മയെ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ശരി അച്ഛാ, നന്ദേട്ടനെ കാണാതായി എന്ന് വെച്ച് മനുഷ്യന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലേ? പുറത്തിറങ്ങാം, പക്ഷെ തിരിച്ചു വരാൻ സാധിക്കുമോന്നാ പേടി. ദേ, അമ്മ പറഞ്ഞ പോലെ നന്ദനെ തട്ടിക്കൊണ്ടുപോയവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. ആരെയൊക്കെയാണ് അടുത്ത ലക്ഷ്യം വെക്കുന്നതെന്നും പിടിയില്ല. അതിനിടയിൽ നീ ഇങ്ങനെ പുറത്തുപോയി ഞങ്ങളുടെ പ്രയാസം കൂട്ടല്ലേ. അങ്ങനെ അങ്ങ് തട്ടിക്കൊണ്ടു പോകുന്നെങ്കിൽ പോട്ടെ. നിങ്ങളാരും അന്വേഷിച്ചു വരണ്ട, തീർന്നില്ലേ? ശരി, ഞങ്ങളെ അനുസരിക്കാൻ പറ്റില്ലെങ്കിലേ നീ ചെല്ല്. അനുസരണക്കേടല്ല അച്ഛാ, കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ. പ്ലീസ്. നിന്റെ ചേച്ചി MLA യാ. അവൾക്ക് നീയായിട്ട് ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത്. ഓ, അപ്പൊ എന്നെ കാണാതാവുന്നതിലല്ല ചേച്ചിയുടെ ഇമേജ് പോകുന്നതിലാ പ്രശ്നം അല്ലേ? ശരി, ചുമ്മാ നിന്ന് തർക്കിക്കാതെ അകത്ത് പോ. അമ്മ ഒട്ടും പേടിക്കണ്ട, എനിക്ക് ഒരു കുഴപ്പവും വരില്ല. നിങ്ങളൊന്ന് സമാധാനായിട്ട് ഇരുന്നാ മതി. നീ അവനെ കാണാനാണോ പോകുന്നേ? അതൊന്നും അമ്മ അറിയണ്ട. പിന്നെ ആരാടി ഇതൊക്കെ അറിയേണ്ടത്? സംസാരിച്ച് തർക്കിച്ചു നിന്നാ ഇന്ന് ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. ഞാൻ ഇറങ്ങാ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ തടസ്സം പറയല്ലേ. ശരി. ദേവി ഇങ്ങോട്ട് വന്നോട്ടെ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം.